ഹലോ ഗായ്സ്, വീട്ടിൽ ബോറടിച്ചിരുന്നപ്പോൾ ഞാനും ദേവും കൂടി കൊല്ലം ബീച്ചിലോട്ടൊന്ന് പോയി. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ പുതിയൊരു ഔട്ട്ലെറ്റ്. സംഭവം ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ബട്ടർ ഗുൽക്കൊണ്ടാണ് താരം. ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് ടേസ്റ്റ് കൂടി ഒന്ന് നോക്കാമല്ലോ എന്ന് കരുതി ഓരോന്നിങ്ങ് പറഞ്ഞു. ഇതിൻ്റെ മേക്കിംഗ് ഒന്ന് നോക്കിയാലോ. ഇതിൽ പഴം സ്ലൈസ് ചെയ്താണ് എടുക്കുന്നത്. സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം പച്ചച്ചിങ്ങം പഴം സ്ലൈസ് ചെയ്തിടും. അതിലേക്ക് ബട്ടർ തിൻ പീസസ് ആയിട്ട് സ്ലൈസ് ചെയ്യും. ഇനി ഇതിൽ ഒഴിക്കുന്നതോ അതൊരു റോസ് പെറ്റൽ ജാമാണ്. റോസ് പെറ്റൽസ് കൊണ്ട് ഉണ്ടാക്കി നല്ല കിടിലം ജാം. ഇതിലേക്ക് പീനട്ട് ഉണ്ടല്ലോ, അത് തിൻ പീസസ് ആയിട്ട് അരിഞ്ഞിടും. ഇനി ഇതിൻ്റെ എല്ലാം മുകളിലേക്ക് ഒരു കിടിലം ഒരു പീസ് അല്ലെങ്കിൽ ഒരു ബാർ ഐസ്ക്രീം പ്ലേസ് ചെയ്യും. ഇത്രേ ഉള്ളൂ സംഭവം. പിന്നെ ഒരു സ്പൂണും കുത്തി നമ്മുടെ കയ്യിൽ തരും. അറ്റ് എ ടൈമിൽ ഇത്രയും പ്ലേറ്റ്സിൽ ഇങ്ങനെ സെർവ് ചെയ്യണമെങ്കിൽ, ഇത്ര ഫാസ്റ്റായിട്ട് സെർവ് ചെയ്യണമെങ്കിൽ ഇവിടെ തിരക്ക് നമുക്കൊന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ബീച്ചിൽ വരുന്ന ആരും ഇത് മിസ് ചെയ്യാറില്ല. നിങ്ങളും മിസ് ചെയ്യരുത്. അങ്ങനെ നമ്മുടെ കയ്യിൽ തന്ന സംഭവം എങ്ങനെയുണ്ടെന്ന് നോക്കാനുള്ള ആവേശമായിരുന്നു പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അവർ പ്രത്യേകം പറഞ്ഞിരുന്നു ഇത് സ്മാഷ് ചെയ്തിട്ട് വേണം കഴിക്കാനെന്നുള്ളത്. അതായത് ഫുൾ എന്താ ഒന്ന് കലക്കുക എന്നൊക്കെ പറയത്തില്ലേ, ആ രീതിയിൽ സ്മാഷ് ചെയ്യണം. അങ്ങനെ സ്മാഷൊക്കെ ചെയ്ത് ഞാനൊന്ന് രുചിച്ച് നോക്കിയപ്പം കൊള്ളാം, സംഭവം കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് പൊതുവേ സ്വീറ്റ്സൊക്കെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ഇത് ഇഷ്ടപ്പെട്ടു എന്നല്ല, സംഭവം അടിപൊളിയാണ്. സ്വീറ്റ്സ് ഇഷ്ടപ്പെടുന്ന ഒരു ന്യൂട്രീഷ്യസ് സ്വീറ്റായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. ഒരു പ്ലേറ്റ് ബട്ടർ ഗുൽക്കൊണ്ടിൻ്റെ റേറ്റ് വരുന്നത് 70 രൂപയാണ്. എന്തായാലും നിങ്ങളതൊന്ന് ടേസ്റ്റ് ചെയ്യണം, മിസ് ചെയ്യരുത്. ബീച്ചിൽ ഹോട്ടൽ ഫിഷർമാൻസ് ബേയുടെ ഓപ്പോസിറ്റാണിത്. സോ ബൈ ബൈ.